ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് ഷംല. നമുക്കൊരു റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. ഇത് നിങ്ങൾക്കൊരു വ്യക്തിയെ ഇഷ്ടമാണ്. അന്നേരം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു എനർജി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഒരു വ്യക്തിയെ ഇഷ്ടമാണ്, അതിൻ്റെ ഒരു റീഡിങ് നമ്മൾ നോക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങൾക്ക് ഇഷ്ടമാണ് ഒരു വ്യക്തിയെ, അതിൻ്റെ എനർജി നമുക്ക് നോക്കാം. ഇതിനകത്തൊരു 5 കാർഡ്സാണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് കാർഡ്, നിങ്ങൾ ഈ ബന്ധത്തിന് മെൻ്റലി തയ്യാറാണോ, മാനസികമായിട്ട് തയ്യാറാണോ എന്നാണ് നമ്മൾ ആദ്യം യൂണിവേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ഇമോഷൻ, ഇത് ഇഷ്ടമാണെന്നുള്ള ഇമോഷൻ അത് അവരെ അറിയിക്കണോ എന്നുള്ളതാണ് സെക്കൻഡ് കാർഡ്. ഈ ബന്ധത്തിൻ്റെ എന്താണ്, ഇതിൽ എന്ത് ആണ്, ഇമോഷനാണോ, കെയർ ആണോ, കരിയറാണോ, എന്താണ് നിങ്ങളെ ഇതിനെ അട്രാക്റ്റ് ചെയ്തത്, എന്താണ് നിങ്ങൾ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്, എന്താണ് ഇതെന്ത് ബന്ധമാണ്, അതായത് ലവാണോ, മറ്റെന്തെങ്കിലും ആകർഷണം കൊണ്ടുണ്ടായൊരു ഇഷ്ടമാണോ എന്നുള്ളതാണ് മൂന്നാമത്തെ കാർഡ്. നാലാമത്തെ കാർഡ്, ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് കരുതുന്നത്, അവരെന്താണ് കരുതിയിരിക്കുന്നതെന്ന്. ഫിഫ്ത്ത് കാർഡ്, ഫോർത്ത് കാർഡ്, ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ഇപ്പോൾ മനസ്സിൽ കരുതിയിരിക്കുന്നത്. ഈ ബന്ധം അഥവാ അവരോട് പറഞ്ഞാൽ മുന്നോട്ട് പോകുമോ, എത്രത്തോളം മുന്നോട്ട് പോകും, പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഫിഫ്ത്ത് കാർഡായിട്ട് എടുത്തേക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കി റീഡ് ചെയ്യാം. ഫസ്റ്റ് കാർഡ്, ഈ ബന്ധത്തിൽ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ്. നിങ്ങൾ ആലോചനയിലാണ് ഇപ്പോഴും, അത് ഈ ബന്ധത്തിലോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള ഇമോഷണലി ഉള്ളൊരു ഇമോഷനാണ്, നിങ്ങൾക്ക് അവരോടുള്ളൊരു ഇമോഷണൽ അട്രാക്ഷനാണെന്നാണ് ഈ ഫസ്റ്റ് കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുകയാണ്, ആകാശത്തു നിന്നൊരു കപ്പ് വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ളൊരു അതാണ്, വേണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയിലിരിക്കുകയാണ്. അതാണ് നിങ്ങളുടെ ഈ ബന്ധത്തിൽ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതിൽ. നിങ്ങളുടെ വികാരങ്ങൾ അറിയിക്കണമെന്ന് ചോദിച്ചാൽ ബുദ്ധിപരമായി ചിന്തിച്ചതിന് ശേഷം ബുദ്ധിപരമായിട്ടുള്ളൊരു ഇതേ കൊടുക്കാവൂ, ബുദ്ധിപരമായിട്ടേ നിങ്ങളത് അവരടുത്ത് പ്രസൻറ്റ് ചെയ്യാവൂ. അത് നിങ്ങൾക്ക് തന്നെ അത് വേണോ വേണ്ടേ എന്നുള്ളൊരു മാനസികാവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അവരെ അറിയിക്കുമ്പോൾ അത് ബുദ്ധിപരമായി ചിന്തിച്ച് പറയുക, ഒരു പുതിയ തുടക്കം പോലെ. നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലായി സ്ട്രെസ് അടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അന്നേരം നിങ്ങൾക്കൊരു പുതിയ ഒരാളിനെ കണ്ടപ്പോൾ അത് അങ്ങോട്ടൊരു ഇമോഷണൽ അട്രാക്ഷൻ തോന്നി പോയത്. അന്നേരം കുറച്ചുകൂടി ഇനി ആ ഒരു ഫസ്റ്റ് റിലേഷനിലുണ്ടായ ഒരു ഇതിലുണ്ടാകുക, അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് അവരടുത്ത് ചർച്ച ചെയ്യാവൂ ആ കാര്യം. ഇതെന്താണ് ഇത് നിങ്ങൾക്ക് ഇമോഷണലി ആണോ, ഇങ്ങനെയുള്ളൊരു ഇതാണ്, ആകർഷണമാണ് അവരുടെ അടുത്തുണ്ടായെന്ന് വെച്ചാൽ നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സെറ്റാക്കണം എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് നിങ്ങളെ അവരെ കണ്ടപ്പോൾ. ഇപ്പം ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കായി നിൽക്കുമ്പോൾ നമ്മുടെ ലൈഫ് എങ്ങനെയും സെറ്റിലാക്കണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് വെച്ചാൽ എൻ്റെ ലൈഫൊക്കെ സെറ്റിലാക്കാൻ പറ്റും, നല്ല കരിയറുള്ള ഒരാളാണ്, നല്ല ഫയറുള്ള ഒരാളാണ്. അതുകൊണ്ട് അവരുടെ ഫയർ കണ്ടിട്ടും എനർജി കണ്ടിട്ടുമാണ്. ഇത് മറ്റൊരു രീതിയിലുള്ളതല്ല, നിങ്ങൾക്ക് ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കരുതി തന്നെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നതാണ്. ഇത് മറ്റൊന്നുമല്ല, ഏസ് ഓഫ് പെൻഡക്കിൾ. നിങ്ങളെക്കുറിച്ചൊരു പുതിയ തുടക്കമാണ് അവരും ചിന്തിക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് സാമ്പത്തികമായി സഹായമൊക്കെ കിട്ടുന്ന ഒരു വ്യക്തി ആയിരിക്കും എന്നൊക്കെയുള്ളൊരു പുതിയ ചിന്താഗതി, ഒരു പുതിയതായിട്ട് പരിചയപ്പെട്ട ഒരാളായിട്ടും ഒക്കെയാണ് ആ വ്യക്തി മനസ്സിൽ വെച്ചിരിക്കുന്നത്. ഏസ് ഓഫ് പെൻഡക്കിളാണ്. പുതിയൊരു തുടക്കം, ഒരു മൂല്യം ഒക്കെ നിങ്ങൾക്ക് കരുതിയിട്ടുണ്ട്. ഒരു മൂല്യത്തിലൂടെയാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു പേഴ്സൺ അല്ല, നല്ലൊരു ജെന്യുവനായിട്ടുള്ള ജെന്റിൽ പേഴ്സണാണ് എന്നുള്ള ഒരു ചിന്താഗതിയാണ് അവരുടെ മനസ്സിലുള്ളത്. ഇതിൽ പരസ്പര സാധ്യതയുണ്ടോ, ഇതിൻ്റെ അകത്ത് പൊട്ടൻഷ്യൽ ഉണ്ടോ, ഈ കണക്ഷന് പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് വെച്ചാൽ രണ്ടുപേരും ഓരോരോ കാര്യങ്ങൾ നോക്കുന്നവരാണ്. അതായത് അവർക്കും ഏതോ ഒരു റിലേഷൻഷിപ്പിൽ ചതിക്കപ്പെട്ടവരാണ് അവർ. അന്നേരം നിങ്ങൾക്കും ആ ഒരു അവസ്ഥയുള്ളതുകൊണ്ട് ഒരു സേഫ് സോണിൽ പോകുന്ന ഒരു
പൊട്ടൻഷ്യലുള്ളൊരു റിലേഷൻഷിപ്പാണിത്. സേഫ് സോണിൽ പോകുന്ന പൊട്ടൻഷ്യലുള്ള റിലേഷൻഷിപ്പാണ്. എന്നാൽ അതിൻ്റെ അകത്ത് മറ്റ് ഘടകങ്ങളൊന്നുമില്ല, ലസ്റ്റോ അങ്ങനെയുള്ളതൊന്നുമില്ല. ഒരു ഇമോഷണൽ കണക്ഷൻ തന്നെയാണ്. ഒരു പാർട്ട്ണർ വേണം എന്നുള്ള ആത്മാർത്ഥമായ ഒരു ചിന്താഗതി മാത്രമാണ്. അന്നേരം അവരും ഒരു മൂല്യം നിങ്ങൾക്ക് കൽപ്പിക്കുന്നുണ്ട്, നിങ്ങളും ആ ഒരു മൂല്യം കൊടുക്കുന്നുണ്ട്, ഒരു പുതിയ ഒരു ജീവിതം എന്നൊക്കെ രീതിയിൽ. പക്ഷെ രണ്ടുപേരും സ്വന്തം കാര്യം നോക്കുന്നവരായിരിക്കും. ഇതിൻ്റെ പൊട്ടൻഷ്യൽ വന്നിട്ട് രണ്ടുപേരും റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കായി വന്നവരായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനൊരു എനർജി വന്നത്. ചതിക്കപ്പെടുക, സ്വന്തം കാര്യം നോക്കുക എന്നൊക്കെ ഉള്ളൊരു എനർജിയാണ് ഇതിൻ്റെ അകത്ത്. കട്ടുകൊണ്ട് ഓടുക എന്നൊക്കെയുള്ള, സ്വന്തം കാര്യം നോക്കി പോവുക. 7 ആണ്. 7 സ്ട്രഗിൾ ആണ്. സ്ട്രഗിൾ ഏഞ്ചൽ നമ്പർ ആണെങ്കിലും അതിൻ്റെ അകത്ത് അവരവരുടെ കാര്യങ്ങൾ നോക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന 2 പേഴ്സൺസാണ് നിങ്ങൾ. ആ ഒരു ഇൻറ്റ്യൂഷൻ എനർജിയാണ് ഇത് നിങ്ങളുടെ ഈ ബന്ധത്തിലുള്ള സാധ്യത. അപ്പോൾ ഒരുവിധം തെറ്റില്ലാത്ത രീതിയിൽ പോകും. നിങ്ങൾ ഒരുമിച്ചാലും റിലേഷൻഷിപ്പിലായാലും അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ ഓളിനിൽ കാണുന്നത്. പറയുമ്പോൾ വ്യക്തിപരമായി ചിന്തിച്ചിട്ട് മാത്രമേ അവർക്ക് നിങ്ങൾ ഇഷ്ടം അറിയിക്കാവൂ. നിങ്ങളുടെ ഒരു കരിയറിന് വേണ്ടിയിട്ടാണ് ഇത്. ഇമോഷനുണ്ട്, ഇമോഷൻ കണക്ഷനുണ്ട് നിങ്ങൾക്ക്. അതുപോലെ നിങ്ങളുടെ ലൈഫ് സെറ്റിലാക്കണം, എത്രയും പെട്ടെന്ന് സെറ്റിലാക്കണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് നിങ്ങൾ അവരെ കാണുന്നത്. അവരും നിങ്ങളെ കാണുന്ന ഒരു മൂല്യം ഉള്ള ഒരാളായിട്ടാണ്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ, ഈ ബന്ധത്തിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും സ്വന്തം കാര്യം നോക്കുന്നവരാണ്. പല അനുഭവങ്ങളുള്ളതുകൊണ്ട് അന്നേരം അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റും എന്നുണ്ടെങ്കിലാണ് ഇത് മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടോയെന്ന് വെച്ചാൽ ചില സമയങ്ങളുണ്ടാവും, ചില സമയങ്ങളിൽ അത് കാണത്തില്ല. സ്വന്തം കാര്യം നോക്കി രണ്ടുപേരും രണ്ട് വഴിക്കായിരിക്കും. അപ്പോൾ അത് വേണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത് അത് ചെയ്യുക. നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങളുടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് റെസൊനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക. ഇതാണ് ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ മാനസികാവസ്ഥയും നിങ്ങളുടെ ചുറ്റുപാടും പോകുന്നതെങ്കിൽ അതനുസരിച്ചുള്ള തീരുമാനം എടുക്കുക. ഇതിൻ്റെ കൂടുതൽ റീഡിംഗ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. റെക്കി ഹീലിങ്ങും റെക്കി ഹീലിങ്ങും ഓറ സ്കാനിങ്ങും ചെയ്യുന്നുണ്ട്. വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് റെസൊനേറ്റ് ചെയ്യുന്നവർ 143 എന്ന് കമൻറ്റ് ചെയ്യുക. 143 എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ തോന്നിയൊരു ഇഷ്ടമാണ്, മറ്റൊരു വ്യക്തിയോട് തോന്നിയ ഒരു ഇഷ്ടം, അതെന്താണെന്ന് അറിയാനുള്ളൊരു റീഡിംഗ് ആയിരുന്നു. നിങ്ങളുടെ എനർജിയാണ് എപ്പോഴും കൺഫ്യൂഷനിലാണ്. അവരോട് സംസാരിക്കണം, ആലോചിച്ച് ബുദ്ധിപരമായി സംസാരിക്കുക. ഇതൊരു കരിയർ സെറ്റിലാക്കണമെന്ന് കരുതി ഉള്ളൊരു ഇമോഷണലി ആയിട്ടുള്ളൊരു എനർജിയാണ്, റിലേഷൻഷിപ്പാണ്. അവർ നിങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ബന്ധത്തിൻ്റെ സാധ്യത ആണ്. രണ്ടുപേരും സ്വന്തം കാര്യം നോക്കുന്നവരാണ് പല അനുഭവങ്ങൾ കൊണ്ട്. അന്നേരം ഇതാണ് ഈ സ്പ്രെഡിൻ്റെ റീഡിങ്. റെസൊനേറ്റ് ചെയ്യുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നത് അവരുടെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരമാകുമെങ്കിൽ നിങ്ങൾക്കും അതിൽ ബ്ലെസ്സിങ്സ് കിട്ടും. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ, നല്ല ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവട്ടെ, മൂല്യമുള്ള ആൾക്കാരായി എല്ലാവരുടെ മുമ്പിലും പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങളെ തന്നെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.